അമ്പെയ്ത്ത് കേന്ദ്രത്തിന്റെ ഭാഗമായി സ്റ്റേഡിയം സമുച്ചയമടക്കം നിർമ്മിക്കാൻ സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ ഭൂമി തിരികെ നൽകണമെന്ന ആവശ്യം. പുൽപ്പള്ളി 117 ഭൂമിയിൽ പദ്ധതി ഇനിയും യാഥാർത്ഥ്യമാകാത്തതിനാലാണ് വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി മടക്കി നൽകണമെന്ന് പുൽപ്പള്ളി പഞ്ചായത്ത് ആവശ്യപ്പെട്ടത്. 2010 ജനുവരിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്ന കോളറാട്ടുകുന്നിലെ ബ്ലോക്ക് നമ്പർ 5-ൽപ്പെട്ട ഭൂമി ഗ്രാമപഞ്ചായത്ത് വാങ്ങി സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന് കൈമാറിയത്. എന്നാൽ 15 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാവുകയോ കാര്യമായ തുടർ നടപടി ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് 8 ഏക്കർ ഭൂമിയിൽ നിന്ന് 4 ഏക്കർ ഭൂമി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി തിരികെ വേണമെന്ന ആവശ്യം പഞ്ചായത്ത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് ആർച്ചറി അക്കാദമിയോടനുബന്ധിച്ച് സ്റ്റേഡിയം സമുച്ചയം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഭൂമി തിരികെ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ പറയുന്നു. പരിസരവാസികൾക്കൊക്കെ വലിയ പ്രയാസകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഭൂമി തിരിച്ചു നൽകുന്നതിന് ആർച്ചറി അവിടെ നിലനിർത്തിക്കൊണ്ട് അതിനാവശ്യമായ ഭൂമി എടുത്തതിന് ശേഷം ശേഷിക്കുന്ന ഭൂമി തിരിച്ചു തരുന്നതിനുള്ളൊരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അങ്ങനെ ആ ഭൂമി തന്നാൽ പഞ്ചായത്തിന്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് സാധിക്കും. അത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ആർച്ചറി നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ പുതിയ വികസന സംരംഭങ്ങൾ നടത്തുന്നതിന് ആവശ്യമായ ഭൂമി തിരിച്ചു നൽകണം എന്നത് തന്നെയാണ് അഭിപ്രായം. അല്ലെങ്കിൽ ഒരു നിയമയുദ്ധത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകും. ബസ് സ്റ്റാൻഡ്, ഫയർ സ്റ്റേഷൻ, വിവിധ സർക്കാർ ഓഫീസുകൾ എന്നിങ്ങനെ പദ്ധതികൾ പുൽപ്പള്ളി പഞ്ചായത്തിൽ നടപ്പിലാക്കാനിരിക്കുമ്പോഴും ആവശ്യമായ ഭൂമി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി.